മഞ്ഞു പൊഴിയുന്ന ബത്ലഹേമിൽ ഉണ്ണിയേശുവിൻ്റെ തിരുപ്പിറവിയുടെ ഓർമ്മകളുണർത്തി വീണ്ടും ഒരു ക്രിസ്മസ് വരവായി. ഞങ്ങളുടെ എല്ലാ വ്യൂവേഴ്സിനും ഹൃദയം നിറഞ്ഞ ക്രിസ്മസ് ആശംസകൾ. എങ്ങനെയാണ് ഡിസംബർ 25 ക്രിസ്മസായി തീർന്നതെന്ന് ഊഹിച്ചിട്ടുണ്ടോ? യേശുക്രിസ്തുവിൻ്റെ ജന്മദിനമാണ് ലോകമെങ്ങും ക്രിസ്മസായി കൊണ്ടാടുന്നത്. വർഷങ്ങളായി ക്രിസ്ത്യാനികൾ ക്രിസ്മസ് ആഘോഷിക്കുന്നുണ്ട്. എന്താണ് ക്രിസ്മസിൻ്റെ ചരിത്രം? ഈ ക്രിസ്മസ് യേശുക്രിസ്തുവിൻ്റെ എത്രാമത്തെ ജന്മദിനമാണ്? എന്താണ് ക്രിസ്മസിൻ്റെ അർത്ഥം തുടങ്ങിയ നിരവധി കാര്യങ്ങൾ ക്രിസ്മസ് ആഘോഷിക്കുമ്പോൾ നാം അറിയേണ്ടതായിട്ടുണ്ട്. 2000 വർഷം മുമ്പ് ജീവിച്ചിരുന്ന ഒരു ഗുരുവായി നാം യേശുവിനെ പറ്റി പറഞ്ഞു കേട്ടിട്ടുണ്ട്. പക്ഷേ എന്നാണ് അദ്ദേഹം ജനിച്ചതെന്ന് അറിയാമോ? ദൈവശാസ്ത്രകാരന്മാരുടെ അഭിപ്രായപ്രകാരം BC 6 BC 4 ഇടയിലാണ് ക്രിസ്തു ജനിച്ചതെന്നാണ് പറയപ്പെടുന്നത്. ക്രിസ്തുവിൻ്റെ കുർബാന എന്ന അർത്ഥം വരുന്ന ക്രിസ്റ്റസ് മാസെ എന്നീ 2 പദങ്ങളിൽ നിന്നാണ് ക്രിസ്മസ് എന്ന വാക്കുണ്ടായിരിക്കുന്നത്. റോമൻ ചക്രവർത്തിയായിരുന്ന കോൺസ്റ്റന്റൈൻ ക്രിസ്തുമതം സ്വീകരിച്ചതോടെ റോമാ സാമ്രാജ്യത്തിലും അതിൻ്റെ സ്വാധീനം വ്യാപകമാകുകയായിരുന്നു. അങ്ങനെ ഡിസംബർ 25 ക്രിസ്തുവിൻ്റെ ജന്മദിനമായി ആഘോഷിക്കപ്പെട്ടു തുടങ്ങിയെന്നാണ് ദൈവശാസ്ത്രകാരന്മാരുടെ വാദം. ആദ്യമായി ഡിസംബർ 25 ക്രിസ്മസ് ആഘോഷിച്ചത് AD 336 ആണെന്നാണ് ചരിത്രം പറയുന്നത്. ക്രിസ്മസ് ആഘോഷത്തിൻ്റെതായി നടക്കുന്ന പുൽക്കൂടൊരുക്കൽ, നക്ഷത്ര വിളക്ക് തൂക്കൽ, ക്രിസ്മസ് ട്രീ അലങ്കാരം, സമ്മാനങ്ങൾ കൈമാറൽ, കരോൾ നൃത്തം തുടങ്ങിയ ആഘോഷരീതികളുടെ പിന്നിലും ഒരു ചരിത്രമുണ്ട്. ക്രിസ്മസുമായി ബന്ധപ്പെട്ട മിക്ക ആഘോഷാനുഷ്ഠാനങ്ങളും ജർമ്മനിയിൽ നിന്ന് വന്നതായാണ് കരുതപ്പെടുന്നത്. യൂൽ എന്ന ശൈത്യകാല വിശേഷ ദിനത്തിലെ ആചാരങ്ങളിൽ നിന്ന് കടമെടുത്തതാണ് ഇവയെന്ന് കരുതപ്പെടുന്നു. ക്രിസ്മസിനോടൊപ്പമുള്ള സാന്താക്ലോസ് അപ്പൂപ്പന് പിന്നിലും ഒരു ചരിത്രമുണ്ട്. AD 4-ാം നൂറ്റാണ്ടിൽ ഏഷ്യ മൈനറിൽ ജീവിച്ചിരുന്ന നിക്കോളാസിനെ P. നിക്കോളാസ് ആക്കിയിരുന്നു. ഇദ്ദേഹമാണ് കാലക്രമത്തിൽ സാന്താക്ലോസായി മാറിയത്. ഡച്ചുകാരാണ് സാന്താക്ലോസ് അപ്പൂപ്പനെ ക്രിസ്മസ് പാപ്പ, അങ്കിൾ സാന്താക്ലോസ് എന്നിങ്ങനെ പല പേരുകളിൽ അറിയപ്പെടുന്ന പാപ്പാഞ്ഞി ലോകവ്യാപകമായി പ്രചാരത്തിലാക്കിയത്. 8-ാം നൂറ്റാണ്ടിലാണ് ക്രിസ്മസ് മരം എന്ന രീതി ജർമ്മനിയിൽ ആരംഭിച്ചത്. ജർമ്മൻകാർ ക്രിസ്മസ് നാളുകളിൽ പിരമിഡ് ആകൃതിയിലുള്ള മരങ്ങൾ അലങ്കരിക്കുന്ന ഈ രീതി പിന്നീട് പ്രചാരത്തിലാക്കി. ക്രിസ്തു ജനിച്ചപ്പോൾ കാണാൻ കിഴക്കിൽ നിന്നെത്തിയ 3 ജ്ഞാനികളെപ്പറ്റി സുവിശേഷങ്ങളിൽ പറയുന്നുണ്ട്. അവർക്ക് വഴികാട്ടിയായ വാൽനക്ഷത്രയെ അനുസ്മരിച്ചാണ് നക്ഷത്രം തൂക്കുന്ന പതിവ് ആരംഭിച്ചത്. പേഗൻ വംശജൻ ശൈത്യകാലത്തെ ഫർ എന്ന വൃക്ഷമായിരുന്നു. അതിൽ നിന്നാണ് ക്രിസ്മസ് ട്രീ വന്നതെന്ന് പറയപ്പെടുന്നുണ്ട്. AC 1-ാം നൂറ്റാണ്ട് മുതൽ പുൽക്കൂടൊരുക്കൽ രീതി തുടങ്ങിയതായി കരുതപ്പെടുന്നു. 1223 വിശുദ്ധ ഫ്രാൻസിസ് അസീസി ഒരുക്കിയ പുൽക്കൂടാണ് ആദ്യത്തെ പുൽക്കൂടായി പരിഗണിക്കുന്നത്. പ്രകൃതി സ്നേഹി കൂടിയായ അദ്ദേഹം ജീവനുള്ള മൃഗങ്ങളുമൊക്കെയായി യഥാർത്ഥ കാലത്തൊടുത്താണ് അവതരിപ്പിച്ചതെന്നാണ് പറയപ്പെടുന്നത്. ശേഷം ഇത് ലോകവ്യാപകമായി പ്രചാരത്തിലാവുകയായിരുന്നു. നിങ്ങൾ ആദ്യമായിട്ടാണ് ഞങ്ങളുടെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഉപകാരപ്രദമാണെങ്കിൽ കൂടുതൽ ആളുകളിലേക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്.